Another, ladies and gentlemen, a very warm welcome to all of you present here today. And I would like to welcome all of you parents as well, the staff, dignitaries, and everybody who's worked so hard here and who's present here today to make this day possible. So, welcome everybody and thank you for joining us here today. ഹായ്. ഹലോ. പേരെന്തായിരുന്നു? സുജിത. സുജിത. ഓക്കെ. ഏത് കോഴ്സായിരുന്നു അവധിയിൽ പഠിക്കുന്നത്? മെഡിക്കൽ കോഡിംഗ്. ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു ഓവറോൾ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു അവധിയിൽ പഠിച്ചിട്ട്? എക്സ്പീരിയൻസ് ഒക്കെ നല്ല എക്സ്പീരിയൻസ് ആണെന്ന് പറയുമ്പോൾ ട്യൂട്ടേഴ്സും എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ട്യൂട്ടേഴ്സിൻ്റെ സൈഡിൽ നിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്ത് ഡൗട്ടായാലും ക്ലിയർ ചെയ്യാൻ പറ്റിയ ഒരു ഇതായിരുന്നു. ക്ലാസ് ഒക്കെ നന്നായിട്ട് പോയത്, എല്ലാം നല്ല പോർഷൻസ് എല്ലാം കവർ ചെയ്ത് നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ട്യൂട്ടേഴ്സ് ഒക്കെ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. സിമ്പിൾ ആയിട്ടാണ് ഒരു ക്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ സാലറിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ആനുവൽ CTC അറൌണ്ട് 12 PA. ആനുവൽ CTC 2 LP. 2 LP ഉണ്ട് സാലറി. 2 LPA ആണ്. NSTCയുടെ റെക്കഗ്നൈസേഷൻ വരുന്നത് നമ്മളാണ് എന്നുള്ളത് വളരെ സന്തോഷപൂർവ്വം നിങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് അഡീഷണൽ കാര്യങ്ങളോട് വരും. പക്ഷെ അതിപ്പോൾ പറയാൻ ഞാനല്ല, അത് കുറച്ച് അഡീഷണൽ കാര്യങ്ങളോട് വരുന്നുണ്ട്. ചില സർപ്രൈസ് എലമെന്റ്സ് കൂടി വരുന്നുണ്ട്. അതിന് കമ്പനിയുടെ മാനേജ്മെന്റ് വളരെ തീവ്രമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കൊരു ജോബ് ഉണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഫ്രണ്ട്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും, നിങ്ങളുടെ കൂടെയുള്ള എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആകെ വേണ്ടത് ഒരു ജോബാണ്. ആ ജോബ് ഇഷ്ടപ്പെട്ട ഫീൽഡിൽ തിരഞ്ഞെടുത്ത് ആ ഇഷ്ടപ്പെട്ട ഫീൽഡിൽ പഠിക്കുക. അതിന് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വേണ്ടത് അതിനോടുള്ളൊരു ആത്മാർത്ഥമായ ഡെഡിക്കേഷൻ ആണ് വേണ്ടത്. ഒരു 22 വയസ്സുകാരൻ ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചതിനെക്കാട്ടിയൊക്കെ പ്രായത്തിൽ മൂത്രാളായിരുന്നു. പക്ഷെ വളരെ ചെറിയ പ്രായത്തിൽ വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടാവുകയും അത് ആ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അതിൽ സാധിച്ചെടുത്ത് ഇത്രയും വലിയ ഒരു സ്ഥാപനമാക്കി അത് മാറ്റിയെടുക്കാൻ കഴിഞ്ഞത് ചെറിയ കാര്യമൊന്നുമല്ല. അപ്പൊ അത്രയും നിശ്ചയദാർഢ്യവും അത്രയും കഴിവും അത്രയും സ്കില്ലും ഒക്കെ ജോസഫിൽ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഈ ഒരു പ്രസ്ഥാനം ഇതുപോലെ മാറിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെ അറിഞ്ഞ് മനസ്സിലാക്കി പറഞ്ഞതല്ല, പക്ഷെ ഞങ്ങൾ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് യാഥാർത്ഥ്യമാണ്. Thank you.
ഉണ്ടായിരുന്നു അല്ലേ? എല്ലാവരും എക്സൈറ്റ്മെന്റിലായിരിക്കും ആർക്കാണ് അത് കിട്ടിയിട്ടുണ്ടാവുക. നമ്മളതിന് ക്യാഷ് പ്രൈസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ അഖിൽമാരായ സാറിനെ നമ്മുടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്.